നമ്മുടെ ഇക്കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ തൃണവൽഗണിക്കേണ്ട കാര്യങ്ങളെയൊക്കെ തന്നെ വലിയ ഇഷ്യൂസാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ആമുഖമായി നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ, അദ്ദേഹം 24 ന്യൂസിൻ്റെ ഹെഡാണ്, അദ്ദേഹത്തിൻ്റെയാണ് വലിയ തോതിൽ അതിനകത്തുള്ള ഷെയറും എന്നൊക്കെ നമുക്കറിയാം. ഗോകുലം ഗോപാലനടക്കം ആലുങ്കൽ ദേവസ്വടക്കം നിരവധി ആളുകൾക്ക് അതിനകത്ത് ഷെയർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ കൂടി തുടങ്ങിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അദ്ദേഹം വലിയ കഠിനാധ്വാനിയായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ മാന്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം അത് ആരാണ് കാണിച്ചെങ്കിലും മഹാവൃത്തികേടാണ് കാണിച്ചത്. കാരണം 24 ന്യൂസിനകത്ത് തന്നെയാണ് അത് ചോർത്തി പുറത്തേക്ക് കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ആ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടത് തന്നെ അങ്ങേയറ്റം മോശമാണ് എന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ആ വോയിസ് ക്ലിപ്പ് നിങ്ങളെ ഈ വീഡിയോൻ്റെ അവസാനം കേൾപ്പിക്കാം. ആ വോയിസ് ക്ലിപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് കൊല്ലം സമ്മേളനവുമായി, അതായത് CPMൻ്റെ കൊല്ലം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് 24 ന്യൂസിൻ്റെ ഒരു ടീം അവരൊക്കെ തന്നെ റിപ്പോർട്ടിങ്ങിന് പോവുകയും ആ റിപ്പോർട്ടിങ് അത്യന്തം കുളമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നത്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി പറയുന്നത് ഈ പറയുന്ന AK ബാലൻ അവിടെ വളരെ വിഷണ്ണനായി ഗദ്ഗതത്തോടുകൂടി അവിടെ നിന്ന് താങ്കളെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അതുപോലെ മറ്റ് പദവികളിൽ നിന്നൊക്കെ ഒഴിവാക്കി 75 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് സൈഡിൽ ശ്രീജിത്ത് നിൽക്കുമ്പോഴും അത് കൃത്യമായി മീഡിയ 1 എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ 24 ന്യൂസ് അത് എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കാനോ അത് റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഒരു താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ശ്രീജിത്ത് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ശ്രീജിത്ത് റിപ്പോർട്ടറിലായിരുന്നു, അവിടെ നിന്നാണ് ഇപ്പോൾ 24ലേക്ക് പോന്നിട്ടുള്ളത്. പിന്നെ ദീപക് ധർമ്മടം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ദീപക് ധർമ്മടം വളരെ പ്രഗത്ഭനായ ഒരു റിപ്പോർട്ടറാണ്. അദ്ദേഹം ചില വ്യാജരേഖ ചമച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പക്ഷേ റിപ്പോർട്ടിങ്ങിലൊക്കെ നന്നായി തന്നെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പിണറായി വിജയനുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം പിണറായി വിജയൻ്റെ വീട്ടിൽ ചെന്ന് തിരുവോണത്തിന് സദ്യ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളൊക്കെ ആയിട്ട് വലിയ അടുപ്പമുള്ള ദീപക് ധർമ്മടം, അദ്ദേഹത്തിനൊക്കെ ഒരുപാട് എക്സ്ക്ലൂസീവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ അടക്കം അദ്ദേഹവും ശ്രീജിത്തും തമ്മിലുള്ള ചില ചക്കളത്തി പോരാട്ടങ്ങൾ കൊണ്ടാണ് ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്നും അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ആക്ഷൻ ഉണ്ടാവുമെന്നും നമ്മളിത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ളൊരു ടീമിനെയും വലിയ സന്നാഹത്തെയും ഒക്കെ ഒരുക്കിയിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാതെ പോകുന്നതെന്നൊക്കെയാണ് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്നത്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ ഒരു വിഷ്വൽ എടുത്ത് അയക്കാൻ പോലും ആളുണ്ടായില്ലേ, റിപ്പോർട്ടർ ഇല്ലെങ്കിൽ പോലും ഒരു ക്യാമറാമാനെ വിട്ടാൽ പോരെ, എത്രയോ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ ഒരു ചാനൽ നടത്തിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ ഇതെടുത്തു വെച്ചുകൊണ്ട് ശ്രീകണ്ഠൻ നായർ എന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ശ്രീകണ്ഠൻ നായർ എന്തോ വലിയ കുഴപ്പം കാണിച്ചിരിക്കുന്നു, ശ്രീകണ്ഠൻ നായർ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ ജൂനിയേഴ്സിൻ്റെ കാല് പിടിക്കുന്നു, കാല് നക്കുന്നു എന്നൊക്കെയുള്ള ലെവലിലുള്ള നമ്മുടെ ചില സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റുകളുടെ പ്രവർത്തനം ഞാൻ കണ്ടു. ഇതൊക്കെ എന്താണ് ഇത്രമാത്രം ആഘോഷിക്കാനുള്ളത്? ഏത് ചാനലിനകത്തും നടക്കാവുന്ന സാധാരണ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അവരുടെ അകത്തുനിന്ന് ആരെങ്കിലും എടുത്ത് പുറത്തേക്ക് കൊടുത്താൽ അത് അങ്ങേറ്റത്തെ തെറ്റാണ്. ആ തെറ്റ് അതിനകത്ത് ആരോ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ നമ്മളത് മനസ്സിലാക്കാനുള്ളൂ. അല്ലാതെ ഇതൊരു വലിയ സംഭവമാക്കാനോ 24 ന്യൂസ് കഷ്ടപ്പെടുകയാണെന്നോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ അവിടെ എന്തോ മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയാണെന്നോ ഒന്നും അർത്ഥമില്ല. അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഒരു മാനേജിങ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് പുറത്തേക്ക് വന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല. ഈ ശബ്ദരേഖ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ആ ശ്രീജിത്തും ദീപക് ധർമ്മടം നോക്കി നിൽക്കുമ്പോഴാണ് AK ബാലൻ പൊട്ടിക്കരയാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവായിട്ട് സംഭവമായിട്ട് വരുന്നത്. പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു. ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി. അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് ധർമ്മടം എടുത്തു എന്നുള്ളതും ഈ കൊല്ലത്തെ സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും നിങ്ങൾ വിശദീകരണം എത്രയും പെട്ടെന്ന് അയക്കുക. എനിക്ക് വെരി പർട്ടിക്കുലർ കേട്ടോ, ഞാൻ അതിനകത്ത് ആക്ഷൻ എടുക്കും എന്തായാലും. ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരുന്നത്. ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് ധർമ്മടം പറയുന്നു. എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ശ്രീജിത്ത് പറയുന്നു ബൈക്ക് എടുക്കാൻ ഏൽപ്പിച്ച് വിളി ചെയ്യത്തില്ല എന്ന് പറയുന്നു. ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല. ഏകോപനത്തിന്റെ ചുമതലയുണ്ടായ ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ വ്യക്തമാകും. ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പം ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ 24ന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട്.
കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ്. അപ്പോൾ ഇത് യഥാർത്ഥം നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം ഈഗോയാണ്. ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചെലവഴിച്ച് സമയം ചെലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം. ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മടവും മറ്റുള്ള 4 പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം. എന്ന് മാത്രമല്ല, ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിൽ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഒരു സീനിയേഴ്സ് വായിച്ചറിയട്ടെ. മാത്രമല്ല, ഈ സ്ഥാപനമാണോ വലുത്, നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു. ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാറില്ലല്ലോ, സ്ഥാപനം നന്നായിട്ട് പോകുന്നുള്ളതല്ലേ. നമ്മൾ ഈ മത്സരത്തിന് മുൻപിൽ ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ഇവർക്ക് ആലോചിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക. ഗോപികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് വയ്ക്കുക. ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടേക്ക് ഓവർ ചെയ്യുന്നത് തീരുമാനിക്കുക. കോഴിക്കോട്, ഡൽഹി, അതുപോലെ തന്നെ കൊച്ചിൻ, ഈ ഇത്തരത്തിലുള്ള കാര്യം. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ലാതെ അവസ്ഥ വരരുത്. ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റ് താമസിക്കാൻ പറ്റില്ല. നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. ദിലീപും ടേക്ക് ഓവർ ചെയ്യുക. ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്, അതല്ലെങ്കിൽ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുക. ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക. ഇതൊരു ഇന്റർണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് 24-ൽ. കാരണം നമുക്ക് ഐ എം ഫെഡ് അപ്പ്. കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാർഡ് എടുക്കാൻ തീരുമാനിച്ചു. അതാണ് ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ഓക്കെ, ഞാൻ പല റീജിയണൽ ബ്യൂറോകളും സിംഗിൾ മാൻസ് ബ്യൂറോയിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കിട്ടും. എന്നാൽ ഇന്നുണ്ടായ സംഭവം 6 ലൈവ് ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാവർക്കേഴ്സിന് ഒരു ഷോട്ട് എടുത്തേക്കാൻ കൊണ്ട് ക്യാമറമാൻ ഡെപ്യൂട്ടികൾ 6 ലൈവ് ബാഗാണ് ഓടുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും. അത് ചിലപ്പോൾ കുറച്ച് ആർഷ് തീരുമാനങ്ങളായിരിക്കും. അതിനെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണന കടയൊക്കെ ഞാൻ അടച്ചു കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല. ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സ് അത് കൊടുത്തോളും വാർത്ത. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി ഉപയോഗിക്കണം. ഇന്ന് മുതൽ റിപ്പോർട്ടർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയണൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് വിടുക. അത് തിരുവനന്തപുരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീദ് റാവത്ത് ബ്യൂറോ ചീഫ് തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ വയ്ക്കുകയാണ്. ആദ്യം ഇൻ കേസ് ഷബീദ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിനായിരിക്കും ചാർജ്. അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ്. ശ്രീകാന്ത് 3 മാസത്തേക്ക് ടൂറിലാണ് വേണ്ടത്. അപ്പം ഇന്നിപ്പം ഷബീദ് റാവത്തിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ അന്വേഷിച്ച് നടക്കുക. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല.